ഇറാന്റെ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധത്തിലുടനീളം ഇറാൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ ഇതിനകം വികസിപ്പിച്ച വ്യോമ പ്രതിരോധത്തിന് ഇത് സങ്കീർണവും മാരകവുമായ വെല്ലുവിളിയാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ച 300 ബാലിസ്റ്റിക് മിസൈലുകളിൽ പകുതിയോളം ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചിരുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച മിക്ക മിസൈലുകളും തകർത്തതായി IDF അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പോർമുന വഹിച്ചുകൊണ്ടുള്ള ഒന്ന് ജെറുസലേമിനടുത്തുള്ള ബെയ്റ്റ് ഷെമെഷിന് പുറത്തുള്ള ഒരു തുറസായ സ്ഥലത്ത് പൊട്ടിത്തെറിച്ചു. ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു. ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വിവേചനരഹിതമായി ഡസൻ കണക്കിന് യുദ്ധോപകരണങ്ങൾ ഓരോന്നിലും നിരവധി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ വിതർന്നു. 2008 ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾക്കായുള്ള കൺവെൻഷൻ പ്രകാരം യുദ്ധോപകരണങ്ങളുടെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒപ്പിട്ടവരിൽ ഇസ്രായേൽ, ഇറാൻ അല്ലെങ്കിൽ US എന്നിവ ഉൾപ്പെടുന്നുമില്ല. US, ഇസ്രായേൽ സംയുക്തമായി ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ ഉൾപ്പെടെ മേഖലയിൽ ഉടനീളം 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രം പ്രതികരിച്ചത്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെടുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേലി ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി കൂടുതൽ താഴ്ത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആയുധങ്ങൾ വാങ്ങുന്നതിനും തീവ്രവാദികൾക്ക് ശമ്പളം നൽകുന്നതിനും ധനസഹായം നൽകിയിരുന്ന ലെബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട അൽ-ഖ്വാദ് അൽ-ഹസൻ അസോസിയേഷന്റെ ആസ്തികളും സംഭരണ സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന നേരത്തെ പറഞ്ഞിരുന്നു. ജ്വായ പ്രദേശത്ത് നടത്തിയ കൃത്യമായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നാസർ യൂണിറ്റ് സലാമയുടെ കമാൻഡറായിരുന്ന ഹസൻ സലാമയെ ഇല്ലാതാക്കിയതായും IDF പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള കമാൻഡർ ഭീകര സംഘടനയിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതായി IDF പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ സേന പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന ടെഹ്റാനിലും തബ്രിസിലും സംയുക്ത ആക്രമണം നടത്തി. എക്സിലെ ഒരു പോസ്റ്റിൽ തബ്രിസിലെ ഒരു പ്രത്യേക യൂണിറ്റിന്റെ കമാൻഡ് സെന്റർ, ടെഹ്റാനിലെ ഇമാം ഹസൻ സുരക്ഷാ യൂണിറ്റ്, മിലിറ്ററി കോമ്പൗണ്ട്, ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങൾക്കും പീരങ്കി വെടിവയ്പ്പുകൾക്കും ഉത്തരവാദികളായ സുരക്ഷാ യൂണിറ്റിനുള്ള ഒരു കമാൻഡ് സെന്റർ, മറാലെ പ്രവിശ്യയിലെ ഇന്റലിജൻസ്, ജനറൽ സെക്യൂരിറ്റി പോലീസിനുള്ള ഒരു കമാൻഡ് സെന്റർ, തബ്രിസിലെ ഒരു വലിയ ബാസിദ് സേന കോമ്പൗണ്ട് എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് IDF പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ. സംഘർഷം ഇറാന് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിലേക്ക് ഇത് നയിച്ചു. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവയുൾപ്പെടെ അയൽ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ, എംബസികൾ, സിവിലിയൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രതികാരാക്രമണം നടത്തി. ഈ സംഘർഷം ആഗോള ഊർജ്ജ വിതരണത്തിൽ, പ്രത്യേകിച്ചും ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 20% നടക്കുന്ന ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കാര്യമായ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.